പ്രിയമുള്ളവരെ, ഞാൻ ജിനിൽ ചന്ദ്രശേഖരൻ. നമുക്കറിയാം IELTS റൈറ്റിംഗ് ടെസ്റ്റിൽ 2 ടാസ്കുകളാണ് നമുക്കുള്ളത്. ടാസ്ക് 1, ടാസ്ക് 2. ടാസ്ക് 2 എന്ന് വെച്ചാൽ ഒരു ആർഗ്യുമെന്റേറ്റീവ് എസ്സേ ആണത്. ആ എസ്സേയിൽ മാർക്ക് കിട്ടുന്നതിനായി പലരും പല ചെപ്പടി വിദ്യകളും നമുക്ക് പറഞ്ഞു തരാറുണ്ട്. അതിൽ ചിലതൊക്കെ ഇഫക്റ്റീവ് ആണ് എന്ന് പറയാം, ചിലതൊക്കെ അത്ര ഇഫക്റ്റീവ് അല്ല, ചിലതൊക്കെ ശുദ്ധ മണ്ടത്തരവുമാണ്. ഇങ്ങനെയുള്ള കാര്യങ്ങളിലെ ചില മിത്തുകളാണ് ഈ വീഡിയോയിൽ പ്രതിപാദിക്കുന്നത്. നമുക്ക് വീഡിയോയിലേക്ക് വരാം. മിക്സ് ഓഫ് സിമ്പിൾ ആൻഡ് കോംപ്ലക്സ് സെന്റൻസസ് എന്ന് പറയുന്നത് ബാൻഡ് 6ന്റെ ഒരു ക്രൈറ്റീരിയൻ ആണ്. അപ്പൊ മിക്സ് ഓഫ് സിമ്പിൾ ആൻഡ് കോംപ്ലക്സ് സെന്റൻസസ് ആണെങ്കിൽ ബാൻഡ് 6 കിട്ടാനാണ് ചാൻസ് കൂടുതൽ. അതിന്റെ കൂടെ അവർ പറയുന്നത് സിമ്പിൾ സെന്റൻസസ് ആർ എറർ ഫ്രീ, കോംപ്ലക്സ് സെന്റൻസസ് ആർ നോട്ട് എറർ ഫ്രീ. ഇങ്ങനെയൊക്കെ വന്നു കഴിയുമ്പോഴാണ് അത് ബാൻഡ് 6 ആയി പോകുന്നത്. അതേസമയം നമ്മളുടെ മോസ്റ്റ്ലി കോംപ്ലക്സ് സെന്റൻസുകളാണ്. ഇടയ്ക്കൊക്കെ ഓരോ സിമ്പിൾ സെന്റൻസ് ഉണ്ട്. കോംപ്ലക്സ് സെന്റൻസുകളിലും തെറ്റുകളൊന്നുമില്ല എന്ന് പറഞ്ഞാൽ പിന്നെ ആ സിമ്പിൾ സെന്റൻസ് കൊണ്ട് നമുക്കൊന്നും നഷ്ടപ്പെടാനില്ല. അതായത് ഒരു എസ്സേയിൽ, നല്ലപോലെ എഴുതിയ ഒരു എസ്സേയിൽ 2 or 3 സിമ്പിൾ സെന്റൻസുകൾ വന്നതുകൊണ്ട് നമുക്ക് മാർക്ക് കുറയില്ല. അപ്പോൾ 1, 2, 3 സിമ്പിൾ സെന്റൻസുകളൊക്കെ ഉപയോഗിക്കുന്നതിനെ കുറിച്ച് ആരും അധികം വിഷമിക്കേണ്ട കാര്യമില്ല എന്ന് കരുതി എല്ലാ സെന്റൻസുകളും വളരെ സിമ്പിൾ ആയിട്ടുള്ള സെന്റൻസുകൾ ഉപയോഗിക്കുന്നതും നല്ലതാണ്. അപ്പൊ അതാണ് മിത്ത് ഓഫ് കോംപ്ലക്സിറ്റി. ഒരുപാട് പേർ സിമ്പിൾ സെന്റൻസിൽ പറയാവുന്ന കാര്യങ്ങൾ പോലും കോംപ്ലക്സ് സെന്റൻസിൽ പറഞ്ഞ് അത് തെറ്റിച്ച് ഗ്രാമാറ്റിക്കൽ എറേഴ്സ് വരുത്തി കിട്ടേണ്ട മാർക്ക് കളയുന്ന ചില രീതികളുണ്ട്. അപ്പോൾ മനസ്സിലാക്കുക, കോംപ്ലക്സ് സെന്റൻസുകൾ എഴുതുന്നതിൽ മാത്രമല്ല കാര്യം, അത് തെറ്റുകൂടാതെ എഴുതുന്നതിലുമാണ് കാര്യം. അടുത്തതായിട്ട് നമുക്ക് പറയാനുള്ളത് വളരെ വലിയൊരു കാര്യമാണ്. ഇത് വിശ്വസിച്ചാലും ഇല്ലെങ്കിലും, സപ്പോസ് യുവർ എസ്സേ ഈസ് വെരി ഈസി ടു ഫോളോ. ആർക്കും വായിച്ച് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു എസ്സേ. പണ്ടൊക്കെ ഇന്ദിരാഗാന്ധി, ജവഹർലാൽ നെഹ്റു എന്നിവരൊക്കെ സംസാരിക്കുന്ന പ്രസംഗം പലരും പറയാറുണ്ട്, പറഞ്ഞു കേട്ടിട്ടുള്ള അറിവാണ്. കേൾക്കുന്നവർക്ക് മനസ്സിലാക്കുവാൻ വളരെ എളുപ്പമുള്ള പ്രസംഗങ്ങളായിരുന്നു എന്നാണ്. ഇംഗ്ലീഷിലാണ് സംസാരിക്കുന്നത്, എന്നാലും അത് സാധാരണ വിദ്യാഭ്യാസമുള്ളവർക്കൊക്കെ മനസ്സിലാകുമായിരുന്നു. അപ്പോൾ അതിന്റെ അർത്ഥം അവരുടെ ഭാഷയ്ക്ക് നിലവാരമില്ല എന്നല്ല, അവര് ഒരു സിമ്പിൾ ആയിട്ടുള്ള ലാംഗ്വേജ് എന്നാൽ ക്വാളിറ്റി ആയിട്ടുള്ള ലാംഗ്വേജ് ഉപയോഗിച്ചു എന്നുള്ളതാണ്. Suppose it is connected well so that it is read through smoothly. ഒന്ന് ആലോചിച്ച് നോക്കുക, നല്ലതുപോലെ കണക്റ്റഡ് ആയിട്ടുള്ള ഒരു എസ്സേ, വളരെ എളുപ്പം വായിക്കാവുന്ന ഒരു എസ്സേ. Suppose your arguments are very clear, വളരെ ക്ലിയർ ആയിട്ടുള്ള arguments, then the length of your sentence does not matter. It doesn't matter even if you add a few simple sentences here or there. You still deserve the best score. ക്ലാരിറ്റി ആണ് കാര്യം. നമ്മൾ എഴുതുന്നത് ക്ലിയർ ആയിരിക്കണം, ആർക്കും നോക്കിയാൽ മനസ്സിലാവണം നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്താണ്, അതിൽ കോൺട്രഡിക്ടറി ആയിട്ടൊന്നും ഉണ്ടാവാൻ പാടില്ല. ഇതൊക്കെയാണ് കാര്യങ്ങൾ. അതുകൊണ്ട് 1, 2, 3 സിമ്പിൾ സെന്റൻസുകളൊക്കെ ഒരു എസ്സേയിൽ ഉപയോഗിക്കുന്നത് കൊണ്ട് യാതൊരു ദോഷവും ഇല്ല. പക്ഷേ ദി ആർട്ട് ഓഫ് സിമ്പിൾ റൈറ്റിംഗ്, അതായത് സിമ്പിൾ റൈറ്റിംഗ് എന്ന് പറയുന്നത് പോലെ അത്ര സിമ്പിൾ ആയ ഒരു കാര്യമല്ല. അതിന് ഇഫക്റ്റീവ് ആയിട്ട് ഫ്രേസസ് ഉപയോഗിക്കേണ്ടി വരും. ആക്റ്റീവ് വോയിസും പാസീവ് വോയിസും ഒക്കെ ഉപയോഗിക്കേണ്ടിടത്ത് ഉപയോഗിക്കേണ്ടി വരും. മാറിപ്പോകാതിരിക്കണം. വെറൈറ്റി സ്ട്രക്ചേഴ്സ് ഉപയോഗിക്കണം. ഒരേ തരം സെന്റൻസുകളല്ല ഉപയോഗിക്കുന്നത്. ഇഫക്റ്റീവ് ലിങ്കിങ് ആയിരിക്കണം. അതായത് നമ്മുടെ സെന്റൻസുകൾ നല്ലതുപോലെ കണക്റ്റഡ് ആയിരിക്കണം. പ്രോഗ്രഷൻ ഉണ്ടാവണം. നമ്മൾ പറയുന്നതിന് ഒരു പുരോഗതിയൊക്കെ ഉണ്ടാവണം. അല്ലാതെ നമ്മൾ പറഞ്ഞത് തന്നെ പിന്നെയും പിന്നെയും പറഞ്ഞുകൊണ്ടിരിക്കുകയാവരുത്. ഈസ് ഓഫ് റീഡിങ് ഒരു ക്ലാരിറ്റിയോട് കൂടി ഉണ്ടാവണം. വായിക്കാൻ എളുപ്പമായിരിക്കണം.
അതായത് വായിച്ചു മനസ്സിലാക്കാൻ. ഇതൊക്കെയാണ് നമ്മൾ എന്ത് പറയുന്നത്, സിമ്പിൾ റൈറ്റിംഗ് അല്ലെങ്കിൽ ദി ആർട്ട് ഓഫ് സിമ്പിൾ റൈറ്റിംഗ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്.